NCP അധ്യക്ഷ സ്ഥാനം രാജിവെച്ച PC ചാക്കോയെ കുറ്റപ്പെടുത്തി തോമസ് കെ തോമസ് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടാൽ NCP സംസ്ഥാന അധ്യക്ഷനാകാൻ താൻ തയ്യാറാണെന്നും ചാക്കോയുടെ രാജി ഞെട്ടിച്ചെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. ഇതിനിടെ തോമസ് കെ തോമസിന് പരോക്ഷ പിന്തുണ നൽകി മന്ത്രി AK ശശീന്ദ്രനും രംഗത്തെത്തി. പുതിയ അധ്യക്ഷന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം ഉണ്ടാകില്ലെന്നായിരുന്നു ശശീന്ദ്രന്റെ പ്രതികരണം. നിലവിൽ ഇരുവരും നിലപാട് വ്യക്തമാക്കിയതോടെ പാർട്ടിയിൽ ചാക്കോയുടെ നില കൂടുതൽ പരിങ്ങലിലായി. വിവരങ്ങളുമായി KB ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാമ് പറഞ്ഞ പോലെ തന്നെ NCPയിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായാണ് PC ചാക്കോ രാജിവെക്കുന്നത്. NCP സംസ്ഥാന അധ്യക്ഷ പദവി തോമസ് കെ തോമസിലേക്ക് തന്നെ എത്തപ്പെടുമോ? അമ്പളി, എന്തായാലും NCPയിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ് തന്നെയാണ്. പ്രധാനമായും രണ്ട് ചേരികളിലായി നിന്നിരുന്ന ശശീന്ദ്രൻ തോമസ് കെ തോമസ് വിഭാഗങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരുമിക്കുന്ന കാഴ്ച, അതും പരസ്പരം പുകഴ്ത്തലുകൾ നടത്തി സജീവമായി നിലനിൽക്കുന്ന കാഴ്ച. എന്തായാലും PC ചാക്കോയുടെ ഈ പുറത്താകലിന് പിന്നാലെയാണ് നിലവിൽ പരസ്പരം ഇരു നേതാക്കളും മത്സരിച്ചുകൊണ്ട് സജീവമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ തോമസ് കെ തോമസ് പ്രധാനമായും താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്, ഒപ്പം തന്നെ ശശീന്ദ്രൻ പക്ഷം ആഗ്രഹിക്കുന്നുവെന്നുള്ള ഒരു നിലപാട് കൂടി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ താൻ പാർട്ടിക്ക് യോഗ്യനാണ്, അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് യോഗ്യനാണെന്നുള്ള കാര്യം തോമസ് കെ തോമസ് തന്നെ പറയുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടിയിൽ സജീവമായി ചർച്ച ചെയ്ത് വരികയാണ്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കടക്കം താൻ ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് തന്നെയാണ് പ്രധാനമായും ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ ഈ PC ചാക്കോയുടെ രാജി തന്നെ ഞെട്ടിച്ചു എന്നുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. എന്തായാലും നമുക്കറിയാം, പ്രധാനമായും ഈ തോമസ് കെ തോമസിനൊപ്പം നിലനിന്നിരുന്ന PC ചാക്കോ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്കടക്കം ഇടതുമുന്നണിയിലും ശക്തമായി വാദിച്ച PC ചാക്കോ പിന്നീട് ഒരു പുറത്താകുന്ന കാഴ്ച, അത് ഏവരെയും പാർട്ടി ഘടകത്തെ പോലും ഞെട്ടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അതിനുശേഷമാണ് നിലവിൽ തോമസ് കെ തോമസിൻ്റെ ഈ ഒരു പ്രതികരണം കൂടി വരുമ്പോഴേക്കും അതിൽ ചിലത് കൂടി വായിച്ചെടുക്കേണ്ടതുണ്ട്. ഒപ്പം പ്രധാനമായും ചാക്കോ തോമസ് കെ തോമസിനും അപ്രിയനായി മാറിയോ എന്നതാണ് ഇതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഈ ചാക്കോയുടെ പുറത്താകലിന് പിന്നാലെ തോമസ് കെ തോമസിനെ പരോക്ഷ പിന്തുണ നൽകിക്കൊണ്ട് AK ശശീന്ദ്രൻ നിലപാടെടുത്ത് രംഗത്ത് വന്നിരിക്കുന്ന ഒരു കാഴ്ച, അതുതന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷമായ കാഴ്ച എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും AK ശശീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് പാർട്ടി സ്ഥാനത്തേക്ക് ആര് വരുന്നതിനും ഇത്തരത്തിൽ തനിക്കോ അല്ലെങ്കിൽ പാർട്ടിക്കോ അല്ലെങ്കിൽ തടസ്സമില്ല, ആരും ഈ കാര്യത്തിൽ യോഗ്യനാണെന്ന് കൂടിയാണ് AK ശശീന്ദ്രൻ പരോക്ഷമായി തോമസ് കെ തോമസിന് പിന്തുണ അറിയിച്ചുകൊണ്ട് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ ചാക്കോയെ വിമർശിക്കുന്നുമുണ്ട്, കുറ്റപ്പെടുത്തുന്നുമുണ്ട്. പ്രധാനമായും ഇത്തരത്തിൽ ഒരു മുതിർന്ന സ്ഥാനത്ത്, സംസ്ഥാന അധ്യക്ഷൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ മറ്റൊരു പിൻഗാമിയെ കണ്ടെത്താതെ തന്നെ പെട്ടെന്നുള്ള രാജിവെക്കുന്നത് അതൊരു പാർട്ടി നയമല്ല എന്ന് തന്നെ കൂടി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. എന്തായാലും നിലവിൽ ഇരു നേതാക്കളും രണ്ട് വിഭാഗങ്ങളിൽ നിന്നിരുന്ന നേതാക്കൾ ഇപ്പോൾ പരസ്പരം പുകഴ്ത്തലുകളുമായി വരുമ്പോൾ ഇനി PC ചാക്കോയുടെ സ്ഥാനം പാർട്ടിക്കുള്ളിൽ എവിടെയായിരിക്കുമെന്നും ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നം ഉയരുന്നുണ്ട്. പ്രധാനമായും അദ്ദേഹം ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. ഈ ഒരു സംസ്ഥാന അധ്യക്ഷൻ്റെ രാജിക്ക് പുറമെ ഇനി ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തു കൂടി അദ്ദേഹം തുടരുമോ, അല്ലെങ്കിൽ അവിടെ നിന്നും കൂടി രാജിവെക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും NCPയിൽ ഇന്നും നാളെയും വരും ദിവസങ്ങളിലെല്ലാം തന്നെ ട്വിസ്റ്റോട് ട്വിസ്റ്റ് തന്നെയായിരിക്കും സംഭവിക്കുക. അത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അമ്പിളി, ശരി. NCP അധ്യക്ഷ സ്ഥാനം രാജിവെച്ച PC ചാക്കോയെ കുറ്റപ്പെടുത്തി തോമസ് കെ തോമസ് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടാൽ അധ്യക്ഷനാകാൻ തയ്യാറാണെന്നും ചാക്കോയുടെ രാജി ഞെട്ടിച്ചെന്നുമെന്നാണ് തോമസ് കെ തോമസ് പറയുന്നത്. അതിനിടെ തോമസ് കെ തോമസിന് പരോക്ഷ പിന്തുണ നൽകി AK ശശീന്ദ്രനും രംഗത്ത് വന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KB ശ്യാമപ്രസാദ്.